രാവിലെ ഞങ്ങൾ ജോർദാൻ്റെ തലസ്ഥാനമായ അമ്മാനിലെത്തി. അമ്മാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുരാതന കാലം മുതൽ തന്നെ വ്യാപാരത്തിൻ്റെയും മാർക്കറ്റുകളുടെയും ഒരു കേന്ദ്രമായിരുന്നു അന്നത്തെ കാലത്ത്. പുരാതന കാലത്ത് അമ്മാൻ്റെ പേര് റബാത്ത് അമ്മോൻ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അതുപോലെ ഗ്രീക്ക് റോമൻ കാലത്തെ ഈ നഗരത്തിന് ഫിലാഡൽഫിയ എന്ന പേരും ഉണ്ടായിരുന്നതാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ അമ്മാനിലെത്തി. ഫസ്റ്റ് ഞങ്ങൾ വിസിറ്റ് ചെയ്യാൻ പോകുന്നത് ഖുറാനിൽ പറഞ്ഞിട്ടുള്ള അസ്ഹാബുൽ കൗഫിൻ്റെ ഗുഹ, അത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോകുന്നത്. ഏകദേശം നഗരത്തിൽ നിന്ന് ഒരു അരമണിക്കൂർ ട്രെയിൻ മാത്രമേ ഉള്ളൂ. അവിടെ എത്തിയതിനു ശേഷം ആദ്യമായിട്ട് ഞങ്ങൾ അവിടുത്തെ പള്ളിയിൽ കയറിയിട്ട് നമസ്കരിച്ചു. കാരണം ഞങ്ങൾക്ക് അതുകൊണ്ട് നമസ്കാരം തെറ്റിയിരുന്നു. അങ്ങനെ അവിടുത്തെ ഭാഷയായിരുന്നു. അസുര നമസ്കാരം കഴിഞ്ഞ് കൂടെ നിസ്കരിച്ച ശേഷം ഞങ്ങൾ കൗഫിൻ്റെ ഗുഹ കാണാൻ വേണ്ടി പോവുകയാണ്. ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ജോർദാൻ്റെ തലസ്ഥാന അമ്മാനിൽ അൽ റഖീം അബു അലൻഡ എന്ന സ്ഥലത്താണ്. അമ്മാൻ്റെ തെക്കിഴക്ക് ഭാഗത്താണ് ഇത് കിടക്കുന്നത്. ഇത് ഖുറാനിൽ പരാമർശിച്ചുള്ളത് സൂറത്തുൽ കഹ്ഫ് 18-ാം സൂറയിൽ പറയുന്ന കഥയാണ് അസ്ഹാബുൽ കഹ്ഫ്. അന്നത്തെ ഏതോ രാജാവിൻ്റെ കാലത്ത് അള്ളാഹുവിൽ വിശ്വസിച്ചതിനാൽ ഈ രാജാവിൻ്റെ പീഡനം വന്നിട്ട് ഒരു ഗുഹയിൽ അവർ അഭയം തേടി. അങ്ങനെ കുറച്ച് യുവാക്കളായിരുന്നു അവർ, ഒരു 7 യുവാക്കൾ. അങ്ങനെ അവിടെ അവർ 300 വർഷത്തോളം അവിടെ ഉറങ്ങിക്കിടന്നു എന്നാണ് പറയുന്നത്. അവരുടെ കൂടെ ഒരു നായയും ഉണ്ടായിരുന്നാണ് പറഞ്ഞത്. എണ്ണ കൃത്യമായിട്ട് പറയുന്നില്ല, 6, 7, 8 ആൾക്കാരെന്ന് പറയുന്നുണ്ട് ഖുറാനിൽ. ഈ ഗുഹക്കകത്ത് 5 പേരുടെ ശവകുടീരങ്ങൾ കാണുന്നു. ഒരു ഭാഗത്ത് 3ഉം ഒരു ഭാഗത്ത് 2ഉമായിട്ട് ഒരു ഏരിയ ഉണ്ട്. അതുപോലെ സൂര്യനെ ഉദിച്ചു വരുമ്പോൾ കാണാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടി അവിടെ ഉണ്ടായിരുന്നു. അതും നമ്മുടെ സൂറത്തിൽ പറയുന്നുണ്ടായിരുന്നു. ഈ 7 ബിലീവേഴ്സ് അള്ളാഹുവിൽ വിശ്വസിച്ചിട്ട് അള്ളാഹു അവരെ സംരക്ഷിക്കുമെന്നിങ്ങനെ വിശ്വസിച്ചുകൊണ്ടാണ് അവർ ഗുഹയിൽ അഭയം തേടിയത്. അവരുടെ കൂടെയുള്ള നായ വാതിലിൽ കാവൽ നിന്നിരുന്നു. അവർ അള്ളാഹു അവരുടെ ഉപ്പമേൽ അത്ഭുതകരമായ ഉറക്കം നൽകുകയും ചെയ്തു. അവർ വർഷങ്ങളല്ല, 300ഓളം വർഷങ്ങൾ അവർ ഉറക്കത്തിൽ കിടന്നു. കാലം കടന്നുപോയി. രാജ്യവും ഭരണവും ജനങ്ങളുടെ വിശ്വാസവും എല്ലാം മാറി. ഒരു ദിവസം അവർ ഉണർന്നപ്പോൾ തങ്ങളൊരു ദിവസം അല്ലെങ്കിൽ അതിൽ കുറച്ച് സമയം മാത്രം ഉറങ്ങിയെന്നാണ് അവർ കരുതിയത്. അങ്ങനെ അവർ ഉറങ്ങി എണീറ്റപ്പോൾ ഭക്ഷണം കഴിക്കണ്ടേ, അങ്ങനെ വിശപ്പ് തോന്നിയപ്പോൾ ഒരു ഭക്ഷണം വാങ്ങാൻ പുറത്തു പോയി. അങ്ങനെ കയ്യിലുണ്ടായിരുന്ന നാണയങ്ങൾ അവർ കടലിൽ കൊടുത്തപ്പോഴാണ് അവർ അത്ഭുതപ്പെട്ടു പോയത്. ഇതേതോ കാലത്ത് മുമ്പുള്ള നാണയങ്ങളായിരുന്നു അത്. അങ്ങനെ ഇന്നൊരു പാഠം പഠിക്കുന്ന വെച്ചിട്ട് ദൈവത്തിൽ അചഞ്ചലമായ വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും അവരെ കൈവിടിക്കില്ല. അന്നത്തെ സാധനങ്ങളല്ലേ ഈ സൈഡിൽ 4 മക്ബറകളെ പോലെ തോന്നിക്കുന്ന സ്ഥലങ്ങളാണുള്ളത്. ഇവിടെ 4 പേര് ഇവിടെയാണ് ഇത്തിരി മുറിവ് ചെയ്തിട്ടുള്ളത്. മക്ബറ പോലെ തന്നെ സ്ഥലങ്ങളാണുള്ളത്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു 3 മക്ബറകളും ഇവിടെ ഉണ്ട്. അങ്ങനെ ടോട്ടൽ 7 പേരെ ലക്ഷണങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത് കാണുന്നത്. അതുപോലെ കൂടാതെ അന്നത്തെ കാലത്തെ കല്ലുകൾ, കൊത്തുകണികൾ, എഴുതി വെച്ച ലിഖിതങ്ങൾ, അങ്ങനെ പലതുണ്ട്.
ഇത് വലിയ വീഡിയോ ആണ്. ഞാൻ നെറ്റിട്ടുണ്ട്. ഇവിടെ ഏറ്റവും പ്രത്യേകത ഉള്ളതുമായ ഒരു സ്ഥലമാണ് ഈ ഒരു ഗുഹ. കണ്ടോ, ഈ ഗുഹയിൽ ഇവിടെയായിരുന്നു ഒരാൾ കിടന്നിരുന്നതെന്നുണ്ട്. അവർ കിടക്കുമ്പോഴേ നമ്മൾ അകത്തോട്ട് കയറി കിടന്നിട്ടുണ്ടെങ്കിൽ മുകളിൽ നിന്ന് ആകാശം കാണാൻ പറ്റും. സൂര്യൻ ഉദിക്കുന്ന സമയത്ത് വെളിച്ചം വന്നിരുന്നു, അതുപോലെ അസ്തമിക സമയത്തും വെളിച്ചം വന്നിരുന്നു അവർ പറയുന്നത്. കൗഫിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. നമുക്കവിടെ കാണാൻ പറ്റുന്നത് ആകാശത്തോടെ ഒരു ഗുഹ, ആ മുകളിലോട്ട് ലൈറ്റ് അതാ കാണുന്നുണ്ട്, ഒരു വിൻഡോസ്, അതിൽ കൂടിയാണ് ലൈറ്റ് വന്നിരുന്ന സൂര്യ വെളിച്ചം വന്നിരുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെ ഖുറാനിൽ പറഞ്ഞ എല്ലാവിധ കാര്യങ്ങളും ഈ ഗുഹയിലുണ്ട്. അങ്ങനെ ഞങ്ങൾ ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങി. 5 മണി വരെയുള്ള ഒരു വിസിറ്റേഴ്സിൻ്റെ ടൈമിങ്. പുറത്ത് നല്ല കാലാവസ്ഥ, നല്ല തണുപ്പുണ്ട്, അത് നല്ല വെളിച്ചുണ്ട്, നല്ല ഫോട്ടോഗ്രാഫിക്ക് പറ്റിയ സമയമായിരുന്നു. ഞാൻ പുറത്തു കൂടി അങ്ങനെ സറൗണ്ടിങ്ങൊക്കെ ഒന്ന് അങ്ങനെ പുറത്തു കൂടി ആ സറൗണ്ടിങ് എല്ലാം ഒന്ന് ഷൂട്ട് ചെയ്തു. നല്ല നല്ല ആംബിയൻസ്, പല തെളിവുകളും പല ഗുഹകളും, പല ചെറിയ ചെറിയ ഗുഹകൾ. അവർ ശരിക്കൊന്നും ചിലവായിരുന്നു. ഇപ്പം ഒന്ന് എല്ലാം ബിൽഡിങ് എല്ലാം വന്ന് ആ കാണുന്നതാണ് ഗുഹയുടെ എൻട്രൻസ്. എത്ര ചെറിയ എൻട്രൻസ് ആണൊക്കെ. നമ്മളൊരു ഫോട്ടോ ഷുവർ. പള്ളി കടൽപ്പുറം. നല്ല ബ്യൂട്ടിഫുൾ ലൈറ്റിക്കാണ് അല്ലേ. ഒലീവല്ലല്ലോ അല്ലേ?